നമസ്കാരം, എല്ലാവർക്കും അഡ്ഹോക് ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ തസ്നി. കേരള PSC 65ാം വാർഷികത്തിനോടനുബന്ധിച്ചുള്ള PSC ബുള്ളറ്റിന്റെ വിശേഷൽ പതിപ്പ് 2024 നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 35 വർഷത്തെ PSC പരീക്ഷകളിൽ ആവർത്തിച്ചു വന്ന പൊതുവിജ്ഞാന ചോദ്യങ്ങൾ, 5000 കറന്റ് അഫയേഴ്സ്, 400 പ്രസ്താവന ചോദ്യങ്ങളുമാണ് നമ്മൾ പരിചയപ്പെടുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മലയാള സാഹിത്യം പ്രശസ്തമായ വരികളെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇനി നമുക്ക് അതിന്റെ ബാക്കി ഭാഗത്തിലേക്ക് കടക്കാം. കാലം ഇനിയും ഉരുളും, വിഷു വരും വർഷം വരും. ആരുടെ വരികളാണ്? NN കക്കാട്. കാലം ഇനിയും ഉരുളും, വിഷു വരും വർഷം വരും. NN കക്കാടിന്റെ വരികളാണ്. സ്നേഹമാണ് അഖില സാരമൂഴിയിൽ എന്നുദ്ഘോഷിക്കുന്നത് കുമാരനാശാന്റെ ഏത് രചനയിലാണ്? നളിനി. സ്നേഹമാണ് അഖില സാരമൂഴിയിൽ എന്നുദ്ഘോഷിക്കുന്നത് കുമാരനാശാന്റെ നളിനി എന്ന രചനയിലാണ്. സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും എന്ന് പാടിയ കവി വയലാർ രാമവർമ്മ. സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും എന്ന് പാടിയ കവി വയലാർ രാമവർമ്മ. ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി എന്ന കുമാരനാശാന്റെ വരികൾ ഏത് കൃതിയിലേതാണ്? ചണ്ടാല ഭിക്ഷുകി. ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി എന്ന കുമാരനാശാന്റെ വരികൾ ചണ്ടാല ഭിക്ഷുകി എന്ന കൃതിയിലേതാണ്? ലോകമേ തറവാട് തനിക്ക് ചെടികളും പുൽകളും പുഴുക്കളും കുടിതൻ കുടുംബക്കാർ എന്ന് വള്ളത്തോൾ പാടിയത് ഏത് കവിതയിലാണ്? എന്റെ ഗുരുനാഥൻ. ലോകമേ തറവാട് തനിക്ക് ചെടികളും പുൽകളും പുഴുക്കളും കൂടിതൻ കുടുംബക്കാർ എന്ന് വള്ളത്തോൾ പാടിയത് എന്റെ ഗുരുനാഥൻ എന്ന കവിതയിലാണ്. ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ. ഏത് കവിതയുടെ ഭാഗമാണിത്? കിളിക്കൊഞ്ചൽ. ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ എന്നത് കിളിക്കൊഞ്ചൽ എന്ന കവിതയുടെ ഭാഗമാണ്. നാട്യപ്രധാനം നഗരം ദരിദ്രം, നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം എന്ന വരികൾ ആരുടേതാണ്? കുറ്റിപ്പുറത്ത് കേശവൻ നായർ. ഗ്രാമീണ കന്യക എന്ന കൃതിയിലേതാണ്? നാട്യപ്രധാനം നഗരം ദരിദ്രം, നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം എന്ന വരികൾ കുറ്റിപ്പുറത്ത് കേശവൻ നായരുടെ വരികളാണ്. പാരതന്ത്രം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്ന കുമാരനാശാന്റെ വരികൾ ഏത് കൃതിയിലേതാണ്? ഒരു ഉത്ബോധനം. പാരതന്ത്രം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്ന കുമാരനാശാന്റെ വരികൾ ഒരു ഉത്ബോധനം എന്ന കൃതിയിലേതാണ്? പിരിയുകയാണിതാ ഞാനൊരു അധികൃതൻ, കരയുവാനായി പിറന്നൊരു കാമുകൻ എന്ന വരികൾ രചിച്ചത് ഇടപ്പള്ളി രാഘവൻ പിള്ള. പിരിയുകയാണിതാ ഞാനൊരു അധികൃതൻ, കരയുവാനായി പിറന്നൊരു കാമുകൻ എന്ന വരികൾ രചിച്ചത് ഇടപ്പള്ളി രാഘവൻ പിള്ള. ഭാരതമെന്നു കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം എന്ന വരികൾ വള്ളത്തോളിന്റെ ഏത് കൃതിയിലേതാണ്? കേരളീയം. ഭാരതമെന്നു കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം എന്ന വരികൾ വള്ളത്തോളിന്റെ കേരളീയം എന്ന കൃതിയിലേതാണ്? ശ്രീ ഭൂവിലസ്ഥിര അസംശയം ഇന്നു നിന്റെ, യാബൂതിയെങ്ങു പുനരെങ്ങു കിടപ്പിതോർത്താൽ എന്ന വരികൾ ആരുടേതാണ്? കുമാരനാശാൻ. രചന വീണപ്പൂവ്. ശ്രീ ഭൂവിലസ്ഥിര അസംശയം ഇന്നു നിന്റെ, യാബൂതിയെങ്ങു പുനരെങ്ങു കിടപ്പിതോർത്താൽ എന്ന വരികൾ കുമാരനാശാന്റെ വീണപ്പൂവ് എന്ന കൃതിയിലേതാണ്? അമ്പിളിച്ചിരിക്കും മാനത്ത് തുമ്പച്ചിരിക്കും താഴത്ത് ഈ വരികൾ ആരുടേതാണ്? ONV കുറുപ്പ്. അമ്പിളിച്ചിരിക്കും മാനത്ത് തുമ്പച്ചിരിക്കും താഴത്ത് എന്ന വരികൾ ONV കുറുപ്പിന്റേതാണ്. അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി എന്ന പ്രാർത്ഥനാ ഗാനം എഴുതിയത് പന്തളം KP രാമൻ പിള്ള. അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി എന്ന പ്രാർത്ഥനാ ഗാനം എഴുതിയത് പന്തളം KP രാമൻ പിള്ള. മാംസനിബന്ധമല്ല രാഗം എന്ന സ്നേഹാദർശം കുമാരനാശാൻ അവതരിപ്പിച്ചത് ഏത് കൃതിയിലാണ്? ലീല. മാംസനിബന്ധമല്ല രാഗം എന്ന സ്നേഹാദർശം കുമാരനാശാൻ അവതരിപ്പിച്ചത് ലീല എന്ന കൃതിയിലാണ്. മണിമുഴക്കം മരണദിനത്തിന്റെ മണിമുഴക്കം മധുരം വരുന്നു ഞാൻ, ആത്മഹത്യ ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് ഇടപ്പള്ളി രാഘവൻ പിള്ള എഴുതിയ ഏറ്റവും വികാരത്തുടിപ്പാർന്ന കവിതയിലെ വരികളാണിത്. കവിതയുടെ പേര് മണിനാഥം. മണിമുഴക്കം മരണദിനത്തിന്റെ മണിമുഴക്കം മധുരം വരുന്നു ഞാൻ, ആത്മഹത്യ ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് ഇടപ്പള്ളി രാഘവൻ പിള്ള എഴുതിയ ഏറ്റവും വികാരത്തുടിപ്പാർന്ന കവിതയിലെ വരികളാണിത്. കവിതയുടെ പേര് മണിനാഥം. ഇന്നലെ ചെയ്തൊരബദ്ധം മൂണ്ടർക്കിന്നത്തെ ആചാരമാകാം, നാളത്തെ ശാസ്ത്രമതാകാം, അതിൽ മൂളാക സമ്മതരാജൻ എന്ന വരികൾ രചിച്ചത് കുമാരനാശാൻ. രചന ചണ്ടാല ഭിക്ഷുകി. കൂരിരുട്ടിന്റെ കിടാത്തി എന്നാൽ സൂര്യപ്രകാശത്തിനൊറ്റ തോടി എന്ന വരികൾ ആരുടേതാണ്? വൈലോപ്പിള്ളി.
കൂരിരുട്ടിന്റെ കിടാത്തി എന്നാൽ സൂര്യപ്രകാശത്തിനൊറ്റ തോഴി എന്ന വരികൾ ആരുടേതാണ്? വൈലോപ്പിള്ളി. വെട്ടിമുറിക്കുക കാൽച്ചങ്ങല വിഭോ, പൊട്ടിച്ചെറിയുക ഈ കൈവിലങ്ങും എന്ന വരികൾ രചിച്ചത് കുമാരനാശാൻ. വെട്ടിമുറിക്കുക കാൽച്ചങ്ങല വിഭോ, പൊട്ടിച്ചെറിയുക ഈ കൈവിലങ്ങും എന്ന വരികൾ രചിച്ചത് കുമാരനാശാൻ. കേരളം വളരുന്നു പശ്ചിമഘട്ടങ്ങളെ, കേറിയും കടന്നും ചെന്ന് ന്യാമാം രാജ്യങ്ങളിൽ എന്ന വരികൾ ആരുടെ? പാലാ നാരായണൻ നായർ. കേരളം വളരുന്നു പശ്ചിമഘട്ടങ്ങളെ, കേറിയും കടന്നും ചെന്ന് ന്യാമാം രാജ്യങ്ങളിൽ എന്ന വരികൾ ആരുടേതാണ്? പാലാ നാരായണൻ നായർ. ദ്യോവിനെ വിറപ്പിക്കുന്ന വിധം അലറി വിളിച്ചത് കോവിലിൽ മയങ്ങിയ മാനവരുടെ ദൈവം കേട്ടോ എന്ന് വൈലോപ്പിള്ളി എഴുതിയിരിക്കുന്നത് ഏത് കവിതയിലാണ്? സഹ്യന്റെ മകൻ. ദ്യോവിനെ വിറപ്പിക്കുന്ന വിധം അലറി വിളിച്ചത് കോവിലിൽ മയങ്ങിയ മാനവരുടെ ദൈവം കേട്ടോ എന്ന് വൈലോപ്പിള്ളി എഴുതിയിരിക്കുന്നത് സഹ്യന്റെ മകൻ എന്ന കവിതയിലാണ്. വിട്ടയക്കുക കൂട്ടിൽ നിന്നെന്നെ ഞാൻ ഒട്ടു വാനിൽ പറന്നു നടക്കട്ടെ എന്ന് എഴുതിയത് ബാലാമണിയമ്മ. വിട്ടയക്കുക കൂട്ടിൽ നിന്നെന്നെ ഞാൻ ഒട്ടു വാനിൽ പറന്നു നടക്കട്ടെ എന്ന് എഴുതിയത് ബാലാമണിയമ്മ. നിങ്ങൾ എന്റെ കറുത്ത മക്കളെ ചുട്ടു തിന്നുന്നോ എന്ന വരികൾ ആരുടേതാണ്? കടമ്മനിട്ട രാമകൃഷ്ണൻ. നിങ്ങൾ എന്റെ കറുത്ത മക്കളെ ചുട്ടു തിന്നുന്നോ എന്ന വരികൾ കടമ്മനിട്ട രാമകൃഷ്ണന്റെയാണ്. മനുഷ്യനാമന്റെ മനോരഥത്തിനെ മനുഷ്യമുക്തിയെ മനോജമാം ലക്ഷ്യം എന്ന് പാടിയത് അക്കിത്തം അച്യുതൻ നമ്പൂതിരി. മനുഷ്യനാമന്റെ മനോരഥത്തിനെ മനുഷ്യമുക്തിയെ മനോജമാം ലക്ഷ്യം എന്ന് പാടിയത് അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ഒരു ദിവസം ഭൂമി എന്ന ഈ വാടക വീട് ഒഴിഞ്ഞു പോകുമ്പോൾ എന്റെ ഏറ്റവും ചൈതന്യവത്തായ ഒരു അംശം ഞാൻ ഇവിടെ ഉപേക്ഷിച്ചു പോകും, അതാണ് എന്റെ കവിത എന്ന് പറഞ്ഞത് ONV കുറുപ്പ്. ഒരു ദിവസം ഭൂമി എന്ന ഈ വാടക വീട് ഒഴിഞ്ഞു പോകുമ്പോൾ എന്റെ ഏറ്റവും ചൈതന്യവത്തായ ഒരു അംശം ഞാൻ ഇവിടെ ഉപേക്ഷിച്ചു പോകും, അതാണ് എന്റെ കവിത എന്ന് പറഞ്ഞതാരെ? ONV കുറുപ്പ്. കാടെവിടെ മക്കളെ മേടെവിടെ മക്കളെ എന്ന് തുടങ്ങുന്ന കവിത രചിച്ചത് അയ്യപ്പ പണിക്കർ. കാടെവിടെ മക്കളെ മേടെവിടെ മക്കളെ എന്ന് തുടങ്ങുന്ന കവിത രചിച്ചത് അയ്യപ്പ പണിക്കർ. വെളിച്ചം ദുഃഖമാനുണ്ണി തമസ്സല്ലോ സുഖപ്രദം എന്നത് ഏത് കൃതിയിലെ വരികളാണ്? 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം. വെളിച്ചം ദുഃഖമാനുണ്ണി തമസ്സല്ലോ സുഖപ്രദം എന്നത് 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം. 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം എന്ന കൃതിയിലെ വരികളാണ്. ഊഴിയിൽ തറവാടിത്ത ഘോഷണത്തെ പോലെ വൃത്തികെട്ടതായി ഒന്നുമില്ല എന്ന് ഘോഷിച്ച കവിയാണ് ഇടശ്ശേരി ഗോവിന്ദൻ നായർ. ഊഴിയിൽ തറവാടിത്ത ഘോഷണത്തെ പോലെ വൃത്തികെട്ടതായി ഒന്നുമില്ല എന്ന് ഘോഷിച്ച കവിയാണ് ഇടശ്ശേരി ഗോവിന്ദൻ നായർ. ജയ ജയ കോമള കേരളധരണി ജയ ജയ മാമക പൂജിത ജനനി എന്ന് തുടങ്ങുന്ന കേരള ഗാനം രചിച്ചത് ബോധേശ്വരൻ. ജയ ജയ കോമള കേരളധരണി ജയ ജയ മാമക പൂജിത ജനനി എന്ന് തുടങ്ങുന്ന കേരള ഗാനം രചിച്ചതാരെ? ബോധേശ്വരൻ. ചോര തുടിക്കും ചെറു കയ്യുകളെ പേറുക വന്നീ പന്തങ്ങൾ എന്നെഴുതിയതാരാണ്? വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. ചോര തുടിക്കും ചെറു കയ്യുകളെ പേറുക വന്നീ പന്തങ്ങൾ എന്നെഴുതിയത് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. നരനായിങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകവാഴിതി നടുവിൽ ഞാൻ എന്നെഴുതിയത് പൂന്താനം. നരനായിങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകവാഴിതി നടുവിൽ ഞാൻ എന്നെഴുതിയത് പൂന്താനം. പുഞ്ചിരി ഹാ കുലീനമാം പുഞ്ചിരി നെഞ്ചു കീറി ഞാൻ നേരിനെ കാട്ടാം. പ്രശസ്തമായ ഈ വരികൾ രചിച്ച കവിയാണ് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. പുഞ്ചിരി ഹാ കുലീനമാം പുഞ്ചിരി നെഞ്ചു കീറി ഞാൻ നേരിനെ കാട്ടാം. പ്രശസ്തമായ വരികൾ രചിച്ച കവി വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. എനിക്ക് മരണമില്ല എന്ന് കവിതയിലൂടെ പ്രഖ്യാപിച്ച കവിയാണ് വയലാർ രാമവർമ്മ. എനിക്ക് മരണമില്ല എന്ന് കവിതയിലൂടെ പ്രഖ്യാപിച്ച കവിയാണ് വയലാർ രാമവർമ്മ. ഒന്നായാൽ നന്നായി നന്നായാൽ ഒന്നായി ഈ വരികൾ ആരുടേതാണ്? കുഞ്ഞുണ്ണി. ഒന്നായാൽ നന്നായി നന്നായാൽ ഒന്നായി ഈ വരികൾ കുഞ്ഞുണ്ണിയുടേതാണ്. വാക്കുരുവി വെരുക്കുരുവി വാഴക്കൈമേലിരിക്കുരുവി പ്രസിദ്ധമായ ഈ വരികൾ G ശങ്കരക്കുറുപ്പിന്റേതാണ്. വാക്കുരുവി വെരുക്കുരുവി വാഴക്കൈമേലിരിക്കുരുവി പ്രസിദ്ധമായ ഈ വരികൾ G ശങ്കരക്കുറുപ്പിന്റേതാണ്. സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്നവയെ സ്വതന്ത്രമായി വിടുക, തിരിച്ചു വന്നാൽ അത് നിങ്ങളുടേതാണ്, അല്ലെങ്കിൽ അത് വേറെ ആരുടെയോ ആണ്. ആരെഴുതിയ വരികളാണ്? മാധവിക്കുട്ടി. സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്നവയെ സ്വതന്ത്രമായി വിടുക, തിരിച്ചു വന്നാൽ അത് നിങ്ങളുടേതാണ്, അല്ലെങ്കിൽ അത് വേറെ ആരുടെയോ ആണ്. ആരെഴുതിയ വരികളാണ്? മാധവിക്കുട്ടി. നോവിന്റെ മുൾവേലിക്കുള്ളിലുമെൻ ജീവിതം പൂവിന്റെ മന്ദസ്മിതം തിന്നുവാൻ തുടിക്കുന്നു എന്ന് പാടിയ കവി ONV കുറുപ്പ്. നോവിന്റെ മുൾവേലിക്കുള്ളിലുമെൻ ജീവിതം പൂവിന്റെ മന്ദസ്മിതം തുന്നുവാൻ തുടിക്കുന്നു എന്ന് പാടിയ കവിയാണ് ONV കുറുപ്പ്.
കേരളമേ നിന്റെ ഓമനപ്പേർ കേൾക്കെ കോൾമയിർ കൊള്ളുന്നു എന്നുള്ളമെന്നും. എന്ത് ആരുടെ കവികളാണ്? SK പൊറ്റക്കാട്. കേരളമേ നിന്റെ ഓമനപ്പേർ കേൾക്കെ കോൾമയിൽ കൊള്ളുന്നെന്നുള്ളമെന്നും. ഇത് ആരുടെ വരികളാണ്? SK പൊറ്റക്കാട്. അടുത്തത് നമുക്ക് പുരസ്കാരങ്ങളും ബഹുമതികളെയും കുറിച്ച് നോക്കാം. നിഴലാന എന്ന കൃതിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ സാഹിത്യകാരൻ ഒളപ്പമണ്ണ. നിഴലാന എന്ന കൃതിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ സാഹിത്യകാരൻ ഒളപ്പമണ്ണ. 1891 കണ്ടത്തിൽ വർഗീസ് മാപ്പിളയുടെ ഉത്സാഹത്തിൽ രൂപം കൊണ്ട കേരളത്തിലെ ആദ്യത്തെ സാഹിത്യ സഭയായ കവി സമാജത്തിന്റെ അധ്യക്ഷനാരായിരുന്നു? കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ. 1891 കണ്ടത്തിൽ വർഗീസ് മാപ്പിളയുടെ ഉത്സാഹത്തിൽ രൂപം കൊണ്ട കേരളത്തിലെ ആദ്യത്തെ സാഹിത്യ സഭയായ കവി സമാജത്തിന്റെ അധ്യക്ഷൻ കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ. 2017 പ്രഥമ ONV പുരസ്കാര ജേതാവ് സുഗതകുമാരി. 2017 പ്രഥമ ONV പുരസ്കാര ജേതാവ് സുഗതകുമാരി. സുഗതകുമാരിയെ വയലാർ അവാർഡിന് അർഹയാക്കിയ കൃതി അമ്പലമണി. സുഗതകുമാരിയെ വയലാർ അവാർഡിന് അർഹയാക്കിയ കൃതി അമ്പലമണി. സുഗതകുമാരിയെ കേരള സാഹിത്യ അക്കാദമി അവാർഡിന് അർഹയാക്കിയ കൃതി പാതിരാപ്പൂക്കൾ. സുഗതകുമാരിയെ കേരള സാഹിത്യ അക്കാദമി അവാർഡിന് അർഹയാക്കിയ കൃതി പാതിരാപ്പൂക്കൾ. ഏത് കൃതിക്കുള്ള 1973 കേരള സാഹിത്യ അക്കാദമി അവാർഡാണ് T പത്മനാഭൻ നിരസിച്ചത്? സാക്ഷി. സാക്ഷി എന്ന കൃതിക്കുള്ള 1973 കേരള സാഹിത്യ അക്കാദമി അവാർഡാണ് T പത്മനാഭൻ നിരസിച്ചത്. ആദ്യത്തെ വള്ളത്തോൾ അവാർഡിന് അർഹയായത് പാലാ നാരായണൻ നായർ. ആദ്യത്തെ വള്ളത്തോൾ അവാർഡിന് അർഹനായത് പാലാ നാരായണൻ നായർ. അധ്യാപകരുടെ മികച്ച രചനയ്ക്ക് സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഏർപ്പെടുത്തിയിരിക്കുന്ന അവാർഡാണ് ജോസഫ് മുണ്ടശ്ശേരി അവാർഡ്. അധ്യാപകരുടെ മികച്ച രചനയ്ക്ക് സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഏർപ്പെടുത്തിയിരിക്കുന്ന അവാർഡാണ് ജോസഫ് മുണ്ടശ്ശേരി അവാർഡ്. ആദ്യത്തെ വയലാർ അവാർഡ് നേടിയ കൃതി അഗ്നിസാക്ഷി. വർഷം 1977. ആദ്യത്തെ വയലാർ അവാർഡ് നേടിയ കൃതി അഗ്നിസാക്ഷി. വർഷം 1977. ആദ്യത്തെ വയലാർ അവാർഡ് നേടിയത് ലളിതാംബിക അന്തർജനം. വർഷം 1977. ആദ്യത്തെ വയലാർ അവാർഡ് നേടിയത് ലളിതാംബിക അന്തർജനം. വർഷം 1977. വയലാർ അവാർഡിന് അർഹമായ ആദ്യ കാവ്യ സമാഹാരം മകരക്കൊയ്ത്ത്. വയലാർ അവാർഡിന് അർഹമായ ആദ്യ കാവ്യ സമാഹാരം മകരക്കൊയ്ത്ത്. വയലാർ അവാർഡിന് അർഹമായ ആദ്യത്തെ ആത്മകഥ അരങ്ങ് കാണാത്ത നടൻ. വയലാർ അവാർഡിന് അർഹമായ ആദ്യത്തെ ആത്മകഥയാണ് അരങ്ങ് കാണാത്ത നടൻ. രചയിതാവ് തിക്കോടിയൻ. വയലാർ അവാർഡ് ആരംഭിച്ച വർഷം 1977. വയലാർ അവാർഡ് ആരംഭിച്ച വർഷം 1977. ആദ്യത്തെ വയലാർ അവാർഡ് നേടിയത് ലളിതാംബിക അന്തർജനം. വയലാർ അവാർഡ് നേടിയ ഏക ചെറുകഥ സമാഹാരം പുഴ കടന്ന മരങ്ങളുടെ ഇടയിലേക്ക്. വയലാർ അവാർഡ് നേടിയ ഏക ചെറുകഥ സമാഹാരമാണ് പുഴ കടന്ന മരങ്ങളുടെ ഇടയിലേക്ക്. വയലാർ അവാർഡ് ജേതാക്കൾക്ക് നൽകി വരുന്ന ശില്പം രൂപകൽപ്പന ചെയ്തത് കാനായി കുഞ്ഞിരാമൻ. വയലാർ അവാർഡ് ജേതാക്കൾക്ക് നൽകി വരുന്ന ശില്പം രൂപകൽപ്പന ചെയ്തതാര്? കാനായി കുഞ്ഞിരാമൻ. രണ്ടാമത്തെ മുട്ടത്തുവർക്കി അവാർഡ് ജേതാവ് ബഷീർ. രണ്ടാമത്തെ മുട്ടത്തുവർക്കി അവാർഡ് ജേതാവ് ബഷീർ. കാമസുരഭിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാള സാഹിത്യകാരൻ വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. കാമസുരഭിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാള സാഹിത്യകാരൻ വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. JCB പുരസ്കാരത്തിന് അർഹനായ ആദ്യ മലയാളി ബെന്യാമിൻ. JCB പുരസ്കാരത്തിന് അർഹനായ ആദ്യ മലയാളി ബെന്യാമിൻ. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിനെ P കുഞ്ഞിരാമൻ നായരെ അർഹനാക്കിയ രചന താമരത്തോണി. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിനെ P കുഞ്ഞിരാമൻ നായരെ അർഹനാക്കിയ രചനയാണ് താമരത്തോണി. ചെറുകഥയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡിനെ MT വാസുദേവൻ നായരെ അർഹനാക്കിയ രചന സ്വർഗം തുറക്കുന്ന സമയം. ചെറുകഥയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡിനെ MT വാസുദേവൻ നായരെ അർഹനാക്കിയ രചനയാണ് സ്വർഗം തുറക്കുന്ന സമയം.
കേരള സാഹിത്യ അക്കാദമി അവാർഡിന് ONV കുറുപ്പിനെ 1971 അർഹനാക്കിയ രചന അഗ്നിശലഭങ്ങൾ. കേരള സാഹിത്യ അക്കാദമി അവാർഡിന് ONV കുറുപ്പിനെ 1971 അർഹനാക്കിയ രചനയാണ് അഗ്നിശലഭങ്ങൾ. ആദ്യത്തെ ഗുപ്തൻ നായർ അവാർഡ് നേടിയത് M. ലീലാവതി. ആദ്യത്തെ ഗുപ്തൻ നായർ അവാർഡ് നേടിയത് M. ലീലാവതി. വയലാർ അവാർഡ് വാങ്ങാൻ വിസമ്മതിച്ച സാഹിത്യകാരൻ അയ്യപ്പ പണിക്കർ. വയലാർ അവാർഡ് വാങ്ങാൻ വിസമ്മതിച്ച സാഹിത്യകാരൻ അയ്യപ്പ പണിക്കർ. ആദ്യത്തെ പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായത് ഉണ്ണികൃഷ്ണൻ പുതൂർ. ആദ്യത്തെ പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായത് ഉണ്ണികൃഷ്ണൻ പുത്തൂർ. രണ്ടാമത്തെ വള്ളത്തോൾ അവാർഡ് ജേതാവ് ശൂരനാട് കുഞ്ഞൻപിള്ള. രണ്ടാമത്തെ വള്ളത്തോൾ അവാർഡ് ജേതാവ് ശൂരനാട് കുഞ്ഞൻപിള്ള. റാവു ബഹാദൂർ എന്ന ടൈറ്റിൽ നേടിയ എഴുത്തുകാരൻ O. ചന്തുമേനോൻ. റാവു ബഹാദൂർ എന്ന ടൈറ്റിൽ നേടിയ എഴുത്തുകാരൻ O. ചന്തുമേനോൻ. എഴുത്തച്ഛൻ പുരസ്കാരവുമായി ബന്ധപ്പെട്ട രംഗമേത്? സാഹിത്യം. എഴുത്തച്ഛൻ പുരസ്കാരവുമായി ബന്ധപ്പെട്ട രംഗമാണ് സാഹിത്യം. സുഗതകുമാരിയെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിന് അർഹയാക്കിയ കൃതി രാത്രിമഴ. സുഗതകുമാരിയെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിന് അർഹയാക്കിയ കൃതി രാത്രിമഴ. പ്രഥമ ബാല്യകാല സഖി പുരസ്കാരത്തിന് അർഹനായത് ചെമ്മനം ചാക്കോ. പ്രഥമ ബാല്യകാല സഖി പുരസ്കാരത്തിന് അർഹനായത് ചെമ്മനം ചാക്കോ. ശ്രീനാരായണ ഗുരുവിന്റെ ചരിത്രവും ദർശനവും പ്രമേയമായ ഏത് കൃതിയാണ് 1994 വയലാർ അവാർഡിന് അർഹമായത്? ഗുരു. K. സുരേന്ദ്രനാണ് രചന. ശ്രീനാരായണ ഗുരുവിന്റെ ചരിത്രവും ദർശനവും പ്രമേയമായ ഗുരു എന്ന കൃതിയാണ് 1994 വയലാർ അവാർഡിന് അർഹമായത്. മലയാറ്റൂരിനെ വയലാർ അവാർഡിന് അർഹനാക്കിയ കൃതി യന്ത്രം. മലയാറ്റൂരിനെ വയലാർ അവാർഡിന് അർഹനാക്കിയ കൃതി യന്ത്രം. ആദ്യത്തെ ഓടക്കുഴൽ അവാർഡ് ജേതാവ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. ആദ്യത്തെ ഓടക്കുഴൽ അവാർഡ് 1968. ആദ്യത്തെ ഓടക്കുഴൽ അവാർഡ് ജേതാവ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. MP വീരേന്ദ്രകുമാറിനെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിന് അർഹനാക്കിയ കൃതി ഹൈമവത ഭൂമിയിൽ. MP വീരേന്ദ്രകുമാറിനെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിന് അർഹനാക്കിയ കൃതിയാണ് ഹൈമവത ഭൂവിൽ. വയലാർ അവാർഡിന് അർഹനായ IAS ഓഫീസറാണ് KV മോഹൻകുമാർ. 2018. വയലാർ അവാർഡിന് അർഹനായ IAS ഓഫീസറാണ് KV മോഹൻകുമാർ. 2018. ചെറുകഥയ്ക്ക് ആദ്യമായി വയലാർ അവാർഡ് നേടിയത് T. പത്മനാഭൻ. ചെറുകഥയ്ക്ക് ആദ്യമായി വയലാർ അവാർഡ് നേടിയത് T. പത്മനാഭൻ. രണ്ടാമത്തെ മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ് MV ദേവൻ. രണ്ടാമത്തെ മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ് MV ദേവൻ. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യ മലയാളി R. നാരായണ പണിക്കർ. വർഷം 1955. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യ മലയാളി R. നാരായണ പണിക്കർ. വർഷം 1955. കേരള സർക്കാരിന്റെ ആദ്യത്തെ പ്രവാസി സാഹിത്യ അവാർഡിന് അർഹനായത് M. മുഹമ്മദ്. കേരള സർക്കാരിന്റെ ആദ്യത്തെ പ്രവാസി സാഹിത്യ അവാർഡിന് അർഹനായത് AM മുഹമ്മദ്. ആരുടെ ഓർമ്മയ്ക്കാണ് കാളിയച്ചൻ പുരസ്കാരം നൽകുന്നത്? P. കുഞ്ഞിരാമൻ നായർ. P. കുഞ്ഞിരാമൻ നായരുടെ ഓർമ്മയ്ക്കാണ് കാളിയച്ചൻ പുരസ്കാരം നൽകുന്നത്. രണ്ടാമത്തെ വയലാർ അവാർഡ് ജേതാവ് P.K. ബാലകൃഷ്ണൻ. രണ്ടാമത്തെ വയലാർ അവാർഡ് ജേതാവ് P.K. ബാലകൃഷ്ണൻ. ഏത് ഭാഷയിലെ കവിയാണ് ആദ്യ ജ്ഞാനപീഠ പുരസ്കാരം നേടിയത്? മലയാളം. മലയാളം ഭാഷയിലെ കവിയാണ് ആദ്യ ജ്ഞാനപീഠ പുരസ്കാരം നേടിയത്. ഏത് കൃതിക്കുള്ള 1995 ഓടക്കുഴൽ അവാർഡാണ് T. പത്മനാഭൻ നിരസിച്ചത്? കടൽ. കടൽ എന്ന കൃതിക്കുള്ള 1995 ഓടക്കുഴൽ അവാർഡാണ് T. പത്മനാഭൻ നിരസിച്ചത്. സുഗതകുമാരിയെ സരസ്വതി സമ്മാനത്തിന് അർഹയാക്കിയ കൃതി മണലെഴുത്ത്. സുഗതകുമാരിയെ സരസ്വതി സമ്മാനത്തിന് അർഹയാക്കിയ കൃതി മണലെഴുത്ത്. കേരള സർക്കാർ ശാസ്ത്ര ഗവേഷണ രംഗത്തെ സംഭാവനകൾക്കായി ഏർപ്പെടുത്തിയ കൈരളി പുരസ്കാരം ആദ്യമായി ലഭിച്ചത് പ്രൊഫസർ M. വിജയൻ, ഡോക്ടർ പുതുശ്ശേരി രാമചന്ദ്രൻ. കേരള സർക്കാർ ശാസ്ത്ര ഗവേഷണ രംഗത്തെ സംഭാവനകൾക്കായി ഏർപ്പെടുത്തിയ
കൈരളി പുരസ്കാരം ആദ്യമായി ലഭിച്ചത് പ്രൊഫസർ എം വിജയനും ഡോക്ടർ പുതുശ്ശേരി രാമചന്ദ്രനും. ആദ്യത്തെ ബഷീർ പുരസ്കാരത്തിന് അർഹനായത് കോവിലൻ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സാഹിത്യവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളെല്ലാം ചർച്ച ചെയ്തു. ക്ലാസ്സിൽ പറഞ്ഞതെല്ലാം വളരെ കൃത്യമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സാഹിത്യവുമായി ബന്ധപ്പെട്ട ബാക്കി ചോദ്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പരിചയപ്പെടാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.